കുഞ്ഞു കല്യാണിക്കായുള്ള തെരച്ചിലാണ് ഒരു നാടൊന്നാകെ എന്ന് പറയാം. ഈ രീതിയിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ രാത്രി സമയത്തും എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ടോ ആ ഇടങ്ങളിലൊക്കെ തന്നെ പോലീസും നാട്ടുകാരും എത്തിയിട്ടുണ്ട്. അവർ തിരയുകയാണ് കല്യാണി എന്ന ഈ 3 വയസ്സുകാരി എവിടെയാണ് പോയിരിക്കുന്നത്, എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളിൽ ഒരു കൃത്യമായ അന്വേഷണവും ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ തിരുവാണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രകാശ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ പ്രകാശ്, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കിപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ അമ്മ പറയുന്ന ചില മൊഴികളുണ്ട്, അത് കൃത്യമായിട്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല പോലീസ്, കാരണം അവർക്കുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിയാണ് അത്. പക്ഷെ എങ്കിലും എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു ഒരു പ്രാഥമികമായ നിഗമനങ്ങളും ഉണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. എന്തായാലും കുട്ടിയുടെ അമ്മ ഇതൊക്കെ കൃത്യമായി നല്ല ധാരണ ഉള്ള ആളാണ്. ഒരു കാരണവശാലും അങ്ങനെ ഈ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുന്നത് വരെ ആരോടും സംസാരിച്ചിട്ടില്ല. കുട്ടിയുടെ അമ്മ ചോദിച്ചപ്പോൾ കുട്ടി എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നുള്ള നിലയ്ക്ക് ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പഞ്ചായത്ത് മെമ്പർ ഇവിടുന്ന് ഫോണിലൂടെ ബന്ധപ്പെട്ട് കുറച്ച് അധികം നന്നായി സംസാരിച്ചതിന് ശേഷം മാത്രമാണ് കുട്ടിയെ ആലുവക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ഈ കാര്യം പറയേണ്ടതായിരുന്നു, പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ല ശ്രീ പ്രകാശ്, അതിന്റെ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു സാധാരണ നോർമലായി രീതിയിലല്ല സംസാരിക്കുന്നതൊക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രദ്ധ പുലർത്താറുണ്ട്. അമ്മ അങ്ങനെ മാനസികമായി ഓക്കെ അല്ല എന്നാണ് ബന്ധുക്കൾക്ക് പറയുന്നത്. അത്രയ്ക്ക് ഇപ്പൊ എനിക്ക് മെമ്പർ മുഖേനയുള്ള മെമ്പറുടെ വീടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെമ്പർ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളൊന്നും ഉണ്ടായതായിട്ടൊന്നും അറിയില്ല. ഇവരെ ഒരു ചെറിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്ന പോലെ ഉണ്ടായിട്ടുണ്ട്. ആ അതിനുശേഷം 10 ദിവസം വീട്ടിൽ പോയി നിന്നതിന് ശേഷം വന്നിട്ട് ഇപ്പൊ 2 മാസമായി. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നതായിട്ട് അവര് പറയുന്നില്ല. പിന്നെ ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ പരസ്പരമായി വിരുദ്ധമായി പറയുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുമില്ല. മെമ്പറും ആ നിലയ്ക്ക് തന്നെയാണ് നമ്മളോട് പറയുന്നത്. അത് ശരി. ഈ കുടുംബ പ്രശ്നങ്ങൾ അത് അങ്ങനെ വഴക്കിട്ട് പോയത് അങ്ങനെയാണോ മനസ്സിലാക്കിയത്? ആ, അങ്ങനെ ഒരു ആ, 2 മാസം മുമ്പ് ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 10 ദിവസം അവിടെ ആയിരുന്നു. അതിനുശേഷം മെമ്പറെല്ലാം കൂടി ഈ വിഷയം അവര് വീട്ടിൽ സംസാരിച്ച് ഈ കുട്ടി വന്നതാണ്. വന്ന 2 മാസമായിട്ട് ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള നിലയ്ക്കാണ് മെമ്പർ പറയുന്നത്. അത് ശരി. ഇപ്പൊ എന്തായാലും കുഞ്ഞ് മിസ്സിംഗ് ആണ്. ആ കാര്യം അത് അതെ 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 സ്ഥിരീകരിച്ചിട്ടുണ്ട്, അത് സത്യവുമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു അതെ. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? നാട്ടുകാരും ഒപ്പം പഞ്ചായത്ത് അധികൃതരൊക്കെ അന്വേഷണം എല്ലാ നിലയിലുമുള്ള അന്വേഷണങ്ങൾ സാധ്യമായ എല്ലാ വശങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ആ അപ്പൊ അതിന്റെ ഭാഗമായി നമുക്ക് എന്തായാലും ഇവിടുന്ന് വിട്ടായത് കൊണ്ട് ആലുവ അല്ലെങ്കിൽ ആ മൂഴിക്കുളം ഭാഗം അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനകത്ത് കൂടുതൽ പോലീസിന്റെ നല്ല അന്വേഷണം. പോലീസിനെ അപ്പൊ തന്നെ അറിയിക്കാനായി. നമ്പർ ഇത് ചോദിച്ച് ഇവരിങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊച്ചിന്റെ അച്ഛനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോലീസിൽ പരാതി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു. പോലീസ് നല്ല നിലയിലുള്ള ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ശരി. നന്ദി ശ്രീ പ്രകാശ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രകാശാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ച ടെലിഫോൺ ലൈനിൽ. എന്തായാലും എല്ലാ രീതിയിലുമുള്ള അന്വേഷണം നടക്കുന്നു. പലയിടങ്ങളിലായി സംഘങ്ങളായി തിരിഞ്ഞൊക്കെയുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി കുഞ്ഞിനെ കാണാതായി എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചത് ആദ്യഘട്ടത്തിൽ. അതേ തുടർന്ന് പിന്നീട് എവിടെ നഷ്ടപ്പെട്ടു, അപ്പോഴാണ് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുന്ന സമയത്താണ് കുഞ്ഞിനെ നഷ്ടമായത് എന്ന് മനസ്സിലാവുന്നത്. അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അമ്മയെ വിശദമായി അമ്മയുടെ മൊഴിയെടുക്കുന്നു, എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചറിയുന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ അമ്മ മെന്റലി ഓക്കെ അല്ല, മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന വിവരങ്ങളൊക്കെ കുടുംബാംഗങ്ങൾ നൽകുന്നത്. അതേ തുടർന്ന് പോലീസിൻ്റെ അടുത്ത് തന്നെ അത്തരത്തിൽ പല രീതിയിലുള്ള പല കാര്യങ്ങളാണ് ഈ കല്യാണി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ ആദ്യം നൽകിയത്. അതിൽ അവിടെ പല സ്ഥലങ്ങളിലായി പോയി, അല്ലെങ്കിൽ അങ്ങനെ സ്ഥലങ്ങൾ മാറ്റി പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ആലുവയിൽ എത്തിച്ചിരുന്നു. ആലുവയിൽ വെച്ചാണ് കുഞ്ഞിനെ നഷ്ടമായതെന്നൊക്കെ ഈ അമ്മ മൊഴി നൽകിയത്, അമ്മ പറഞ്ഞതായൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതേ തുടർന്നാണ് ആലുവ കേന്ദ്രീകരിച്ച് കൂടുതലായി പോലീസും ഒപ്പം നാട്ടുകാരും ഒക്കെ എത്തി ഇപ്പോൾ ആ തെരച്ചിൽ അവിടെ നടത്തുകയും ചെയ്യുന്നത്. അവിടെ ആലുവ മണപ്പുറത്തടക്കം ഇപ്പോൾ പോലീസിൻ്റെ സംഘമുണ്ട്. അവിടെ വ്യാപകമായി വലിയ തോതിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒപ്പം റൂറൽ ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും ഇത്തരത്തിൽ ഈ നിർദ്ദേശവും വിവരങ്ങളും കൈമാറിയിരിക്കുകയാണ്. എവിടെയെങ്കിലും
വിവരങ്ങൾ ലഭിക്കുന്നവർ അല്ലെങ്കിൽ സംശയം തോന്നുന്നവർക്ക് വിളിക്കാനുള്ള നമ്പർ കൂടി നൽകിയിട്ടുണ്ട്. ആ നമ്പർ പ്രേക്ഷകർക്കും സ്ക്രീനിൽ കാണാം. ഈ 2 നമ്പറുകളിലേക്കും പോലീസുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പേഴ്സാണ്. ഇതിലേക്ക് വിളിച്ച് വിവരങ്ങൾ കൈമാറാൻ കഴിയുന്നതാണ്. അങ്ങനെ എവിടെയെങ്കിലും കുഞ്ഞിനെ സ്പോട്ട് ചെയ്താലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സംശയങ്ങളുള്ളതായി തോന്നിയാലോ മടിക്കാതെ തന്നെ ഈ നമ്പറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വിളിച്ചറിയിക്കുകയും ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട വിവരമായിരിക്കും. നേരത്തെ ഈ പറയുന്ന 3 മണിക്ക് കാണാതായെങ്കിൽ ഇപ്പോൾ സമയം 11:30 അടുക്കുന്നു. അങ്ങനെ ഇത്രയും മണിക്കൂറായി എവിടെയെങ്കിലും ആ രീതിയിൽ ആർക്കെങ്കിലും സംശയം തോന്നുന്ന രീതിയിൽ കുട്ടിയെയോ അമ്മയെയോ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്കുള്ള കുട്ടിയെയൊക്കെ കണ്ടിരുന്നു എങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട വിവരമാവും. അത് ഇപ്പോൾ തന്നെ ഈ നമ്പറുകളിലേക്ക് വിളിച്ചറിയിക്കാൻ കഴിയും. അത് പ്രേക്ഷകർ ശ്രദ്ധിക്കുമല്ലോ.